പൊന്നെ തലയിൽ ഒരു തുണി എന്തെങ്കിലും കെട്ടിയാൽ മതിയെന്ന്. ഞാൻ രശ്മിയാണ് കേട്ടോ. എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ലോ നേരെ വെളിച്ചാകുമ്പോൾ തന്നെ കുളിയും പുറപ്പെടലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ശ്രീകൃഷ്ണപുരത്തുള്ള ഈശ്വരമംഗലം ക്ഷേത്രത്തേക്ക് തൊഴാൻ വേണ്ടിയിട്ട് പോവാണ്. എപ്പോഴും ഞാനും ഉണ്ണിയോളല്ലേ അമ്പലത്തിൽ പോകല്. നിൻ്റെ കെട്ടിയവനെ കയ്യാലെ എടുത്ത് കൂട്ടിയിട്ട് പോന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ എത്തിയിട്ടാ. വലിയ കൂട്ടം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലേ. യൂട്യൂബ് ഏണിങ്സ് വന്നു കഴിഞ്ഞാൽ ഉടനടി ഇവിടെ വന്നൊരു വഴിപാട് ചെയ്തോളാന്ന് നേർന്നയാണ് എൻ്റെ ഒരു കൂട്ടുകാരി. അപ്പോൾ ആ ഒരു നേർച്ചയും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കുറേ മുന്നേ ചെയ്യേണ്ടതാണ്. ഇത്തിരി വൈകിപ്പോയി. അതിന് ഞാൻ ഭഗവാന്റെ അടുത്ത് പ്രത്യേകം ക്ഷമയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ അധികം നേരം നിന്ന് മനം കുളിർക്കെ ഭഗവാനെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മുടെ നടക്കിൽ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. അതെന്താ വെച്ചാൽ ഗണപതി സ്വാമിയുടെ നേരെ മുന്നിലായിട്ടാണ് അപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞി അടുക്കള. അപ്പോൾ ആ നെയ്യിൻ്റെയും അപ്പത്തിൻ്റെയൊക്കെ മണവും ചന്ദനത്തിൻ്റെ മണവും ഒരു പ്രത്യേക മണമാണ് നടക്കിൽ നിൽക്കുമ്പോഴത്തേക്കും. അത് അനുഭവിച്ചാൽ തന്നെ അറിയുള്ളൂ. അപ്പം അതെല്ലാം നല്ല രീതിയിൽ ആസ്വദിച്ച് പ്രാർത്ഥിച്ച് നമ്മളിത് അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഭാഗ്യസൂക്തം എപ്പോഴും കഴിക്കലുണ്ട്. എങ്ങനെയെങ്കിലും ഭാഗ്യം ഒന്ന് തെളിയട്ടെ അല്ലേ. ഈയിടെയായിട്ട് രശ്മിയുടെ വീഡിയോയിൽ അമ്പലം പ്രാർത്ഥന ഭക്തി ഇച്ചിരി കൂടുന്നുണ്ടോ, രശ്മി ഒരു അന്ധവിശ്വാസിയായോ എന്നൊക്കെ ഒരു പക്ഷേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നമ്മളെന്നും വിശ്വാസിയാണ്. പിന്നെ അമ്പലത്തിൽ പോകാൻ ഒഴിവില്ലാത്തത് കൊണ്ടും അതിന് സമയം കണ്ടെത്താത്തത് കൊണ്ടും ഒക്കെയാണ് ആ വക കാര്യങ്ങൾ നമ്മളെ വീഡിയോയിലൊന്നും കാണാതിരുന്നത്. പക്ഷേ ഇപ്പം എൻ്റെ പുറകെ മുന്നേ ഒക്കെ നിൽക്കുന്ന എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, ഞാൻ എന്നെക്കാൾ സ്നേഹിക്കുന്ന ഒരാൾ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക, മര്യാദയ്ക്ക് അമ്പലത്തിൽ പൊക്കോ, പ്രാർത്ഥിച്ചോ, വഴിപാട് ചെയ്തോ. അവൾ ശരിക്കും ഒരു അന്ധവിശ്വാസി തന്നെയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൂടെ പുറപ്പെട്ടോ. അവളൊറ്റ ഒരുത്തി കാരണമാണ് ഞാനിപ്പോൾ സമയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വക കാര്യങ്ങൾക്ക് എൻ്റേതായ ഒരു സമയം കണ്ടെത്തുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടെത്തിയിട്ട് എനിക്ക് എന്താ മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്, ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങളുണ്ട്. അതെന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. എന്ന് വിചാരിച്ച് ആരും അന്ധവിശ്വാസികളൊന്നും ആവണ്ട. നമ്മൾ ഏത് മതത്തിലാണെങ്കിലും കുറച്ച് വിശ്വാസവും പ്രാർത്ഥനയും ആചാരങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. നിങ്ങൾക്കതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായ കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അല്ലേ. ഒരു പ്രായത്തിൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളവിടെയുള്ള ആൾക്കാരേനി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കും. ചന്ദനക്കുറിയൊക്കെ മേടിച്ച് അത് ചന്തത്തിൽ തൊടാനുള്ള ഒരു തത്രപ്പാടൊക്കെ. പക്ഷെ നമ്മളുടെ ഈ ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ മാറൂലേ. അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആരെങ്കിലും നോക്കുന്നുണ്ടോ, അവിടുത്തെ കാഴ്ചകൾ കാണാനോ ഒന്നുമല്ല. ഭഗവാനെ കണ്ട് നമ്മുടെ കാര്യകാരണങ്ങളെല്ലാം അങ്ങ് ബോധിപ്പിച്ച് സർവേശ്വരനിൽ അഭയം അങ്ങ് പ്രാപിക്കും. അതൊക്കെ അതത് വയസ്സുകളിൽ നടക്കുന്ന വ്യത്യാസങ്ങളാണ്. അതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും ജീവിതം. അങ്ങനെ തോന്നിയവരാരെങ്കിലും ഒക്കെ ഉണ്ടോ? അയ്യോ പറഞ്ഞ് ഞാൻ എവിടെ എത്തിയല്ലോ ദൈവമേ. തിരിച്ചു വരുന്ന വഴി നമ്മളൊരു ഹോട്ടലിൽ കയറിയായിരുന്നു കേട്ടോ. അവിടെ കയറി വടയും അതുപോലെ ഉഴുന്നുവടയും കഴിച്ചു. അച്ചൂസിനും ആദ്യം പഴംപൊരി മേടിച്ചു. തിരിച്ചു വരുമ്പോഴേ നമ്മുടെ ചെർപ്പളശ്ശേരി മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് നല്ല പച്ച മാന്തളം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും മുളകും ഒക്കെ അരച്ച ആ ഒരു നമ്മുടെ മസാലയിലോട്ട് പച്ചമാന്തൾ തട്ടിക്കൊടുത്ത് നല്ലോണം പരച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ വേണമായിരുന്നു. പക്ഷേ അതില്ലല്ലോ, നമ്മളെ കറിവേപ്പില വളർന്നു വലുതായി വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ മീനൊക്കെ പനച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു. ആ നേരം കൊണ്ട് ഞാൻ തുടക്കലൊക്കെ കഴിച്ചു. ഉണ്ണിയോളത് നല്ല വഴുകിയിട്ടാണ് നീച്ചത്. രണ്ടാളെ അമ്പലത്തിൽ കൊണ്ടേയില്ലല്ലോ. അപ്പോൾ നല്ലോണം വഴുകിയിട്ടാണ് നീച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ ടിഫിനൊക്കെ കഴിച്ച് അവരുടെ പ്രഭാത കർമ്മങ്ങളെല്ലാം ചെയ്ത് ഫ്രഷായി അവിടെ ഇങ്ങനെ ഇരിക്കണു. ഞാൻ ആ നേരം കൊണ്ട് അടുക്കളയിൽ എൻ്റെ ബാക്കി പണികളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അത് മാന്തൽ വറക്കാൻ വേണ്ടി സ്റ്റവയിൽ വെച്ചു. കറി ഇന്ന് നമ്മൾ ഷുഗർ ചീരയാണ് ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ കുറേ മുന്നേ ഒരു ലോങ് വീഡിയോ ചെയ്തില്ലായിരുന്നോ? ഷുഗർ ചീര തൊട്ടപ്പുറത്തെ തൊടിയിൽ പോയിട്ട് പൊട്ടിച്ചു കൊണ്ടുവന്നത്. ആ പൊട്ടിച്ചു കൊണ്ടുവന്ന ഇല കൊണ്ട് അന്ന് നമ്മൾ ഉപ്പേരി വെച്ചു. അതിൻ്റെ തണ്ട് നമ്മുടെ തൊടിയിൽ കുത്തിയിട്ടാണ്. ഇവിടെ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഉമ്മറ ഭാഗത്തും കുത്തിയിട്ടിട്ടുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ ഇതുപോലെ കിളിർത്ത് പൊന്തിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതുകൊണ്ട് എന്താ, ആരുടെ തൊടിയിലും പോണ്ട, ആരോടും ചോദിക്കാൻ വേണ്ട. ഒറ്റ തവണ കൊണ്ടുവന്നതിൽ ഇത്രയും ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയിട്ടുണ്ട്. വെറുതെ പറഞ്ഞാണ്, ഇത് വെറുതെ കുത്തിയിട്ടാൽ മതി, വല്ലപ്പോഴും ഇത്തിരി വെള്ളം കൊടുത്താൽ മതി. നല്ലോണം കിളിർത്ത് പൊന്തുന്ന പെട്ടെന്ന് പിടിക്കുന്ന ഒരു നല്ല ഔഷധ ചെടിയാണ് ഷുഗർ ചീര. ഇത് വെച്ചിട്ട് ഉപ്പേരി വെച്ചാലും കറി വെച്ചാലും ഒക്കെ സ്വാദാ. ഏകദേശം ഒരു പയറിൻ്റെ ഇലയുടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.
അപ്പോഴത്തേക്കും എൻ്റെ ആദ്യം ഒന്ന് ടൗണിൽ പോയായിരുന്നേ. എന്തിനാ പോയെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ അവൻ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ റിച്ചൂട്ടനും അച്ചൂട്ടനും കപ്പ് ബോൾ ഐസും അതുപോലെ ബോൾ ഐസ്ക്രീം, എനിക്കുണ്ടല്ലോ എന്താ കുൽഫിയോ അങ്ങനെ ഒരു സംഭവമില്ലേ, അതുമാണ് കൊണ്ടുവന്നിട്ടോ. നല്ല സ്വാദുണ്ടായിരുന്നു. ഇതിനൊക്കെ 10 രൂപയുള്ളൂ അത്രേ. പൂരത്തിനൊക്കെ ഇതിന് എന്ത് വിലയായിരിക്കൂലേ, 20 രൂപ 30 രൂപ അങ്ങനെയൊക്കെ ആവൂലേ. അതിന് 10 രൂപയ്ക്ക് കിട്ടി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുറേ ആയി ഇത് കഴിച്ചിട്ട്. അപ്പം അതെല്ലാം ഞങ്ങൾ കഴിച്ചേ. റിച്ചൂസിനെ എല്ലാവർക്കും അറിയുണ്ടാവുമെന്ന് കരുതുന്നു, മുന്നേ ഒക്കെ ഉള്ള വ്ളോഗിലുണ്ട്. ആദിയുടെയും അച്ചുവിൻ്റെയും ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ. ഇതുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാധനമാണ്, സ്റ്റിക്കി ആയിട്ടുള്ള ഹോൾ ഹുക്സ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് റൂമിലൊക്കെ തുണികളൊക്കെ തോരയിടാം, ഷർട്ടുകളൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ അടുക്കളയിലൊക്കെ ഇത് തൂക്കിയിട്ട് കഴിഞ്ഞാൽ അരിപ്പ അങ്ങനെ കുറേ സാധനങ്ങൾ തൂക്കിയിടാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ നല്ല ലാഭത്തിൽ കണ്ടപ്പോൾ ഞാനൊന്ന് മേടിച്ചാണ്. വെറും 98 രൂപയുള്ളൂ. ഇതിൽ എത്രണ്ണാന്ന് വെച്ചാൽ അത്രയും എണ്ണം ഉണ്ട്, ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മീഷോയിൽ പോയിട്ട് നോക്കിയിട്ട് മേടിച്ചോളൂ. 98 രൂപയല്ലേ ഉള്ളൂ. നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാധനമാണ്. ഇങ്ങനെ ചുമരിലൊക്കെ തൂക്കിയിടാം. ഇപ്പോൾ ഫോട്ടോസൊക്കെ തൂക്കണമെങ്കിലും ഒക്കെ ഈ ഒരു ഹുക്ക് പറ്റും. നല്ല ഉറപ്പായിട്ട് നിൽക്കണമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അടുക്കളയിൽ കൊണ്ടുപോയിട്ട് ഒരെണ്ണമെന്ന് ഇങ്ങനെ തൂക്കിയിട്ടാണ്. അതിൽ ഇതുപോലെ നമ്മുടെ ആ പാത്രങ്ങളൊക്കെ പിടിക്കൂലേ, ആ ഒരു സംഭവം ഒന്ന് തൂക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിതാ നമ്മളിന്ന് ഷുഗർ ചീര വെച്ചിട്ട് കറിയാണ് ആക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടൊന്നും കളയണില്ല, അതൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉള്ളിയും അതുപോലെ പച്ചമുളകും 2 വെളുത്തുള്ളിയും ഒക്കെ നല്ലോണം വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തു. അതിലോട്ട് നമ്മൾ ഷുഗർ ചീര ഇട്ടു, ഉപ്പും ഇട്ടു. തീ നല്ലോണം കമ്മിയാക്കിയിട്ട് കുറച്ചധികം നേരം ഇല ഇങ്ങനെ വഴറ്റിയെടുത്തു. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ചങ്ങ് വേവിച്ചു. ഈ ഒരു ഇലയ്ക്ക് മറ്റിലകളെ പോലെയല്ല, ഇത്തിരി വേവ് കൂടുതലാണ്. നമ്മുടെ ഇംഗ്ലീഷ് ചീരയ്ക്കൊക്കെ ഇത്തിരി വേവ് കൂടുതലല്ലേ, അതേ കണക്ക്. അപ്പോൾ അത് ഇല ഇങ്ങനെ ഏകദേശം നല്ല രീതിക്ക് വെന്ത് വന്നപ്പോൾ ഞാൻ അതിലോട്ട് ഒരു 1.5 കപ്പ് കഞ്ഞിവെള്ളം അവിടെ ഒഴിച്ചു കൊടുത്തു. അത്ര തന്നെയുള്ളൂ. കൂട്ടാൻ്റെ പണി കഴിഞ്ഞു. സിമ്പിൾ കൂട്ടാൻ, ഒറ്റ നേരത്തേക്ക്. വൈകുന്നേരത്തേക്ക് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കണം. അപ്പോൾ അതാ നമ്മൾ മാന്തളം വറുത്തു, ഷുഗർ ചീര താളിച്ചതും കൂട്ടിയിട്ട് നല്ലൊരു പിടിച്ചിട്ടുണ്ട് കേട്ടോ. കുമ്പ നിറച്ചും കഴിച്ചു. അച്ചൂസിനടക്കം ഇലക്കാരി ഇഷ്ടമായി. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വയറുവേദന ഇളകി, ഗ്യാസ് അടിച്ച് കയറിയിട്ടേ. പക്ഷേ മാന്തൾ ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ 3-4 മാന്തൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗ്യാസിൻ്റെ ഗുളിക കുടിച്ചിട്ടൊന്നും മാറുന്നില്ല. ഗുളിക കുടിച്ചിട്ട് മാറാത്തുമ്പോൾ ഞാൻ ചെയ്യണ, അല്ലെങ്കിൽ ഗുളിക ഇല്ലാത്തുമ്പോൾ ഞാൻ ചെയ്യണ ഒരു ടെക്നിക്ക് ഇതാണ്. ഇഞ്ചി കഷ്ണല്ലേ, അത് ഉപ്പിൽ മുക്കും, എന്നിട്ട് ഇങ്ങനെ കടിച്ച് ചമച്ച് തിന്നാം. അല്ല നീറ്റലും പൊരിച്ചിലും ഒക്കെ ഉണ്ടാവും, എന്നാലും ഇഞ്ചി കഷ്ണം അങ്ങനെ ഉപ്പ് കൂട്ടിയിട്ട് കടിച്ച് ചമച്ച് അരച്ചങ്ങനെ അതിൻ്റെ ആ ഒരു നീരും അതും കൂടെ കഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഗ്യാസ് ഒന്ന് ഒതുങ്ങാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതെന്താ അറിയോ, നമ്മുടെ ചുമരിലൊന്നും പെയിൻ്റ് അടിച്ചിട്ട് കാലങ്ങളായി എന്ന് പറയാം. അത്രയും ഒരുപാട് മുന്നേ പെയിൻ്റ് അടിച്ചാൽ ആകെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വ്ളോഗൊക്കെ കാണുമ്പോഴത്തേക്കും ഷോർട്സൊക്കെ കാണുമ്പോഴത്തേക്കും ഒത്തിരി പേര് കമൻറ്റ് ചെയ്യലുണ്ട്, പെയിൻ്റ് അടിച്ചുകൂടെ, ആകെ വൃത്തികേടായിട്ടുണ്ടെന്ന്. കൊതിയില്ലാണ്ട് പോയതില്ലാണ്ടൊന്നല്ല, വൃത്തികേടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് എത്തണ്ടേ ഈ പറഞ്ഞും കൂട്ട് ഒരു വീട് പെയിൻ്റ് അടിക്കണമെങ്കിൽ എന്തോരം പൈസയാവുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. അപ്പം എന്താക്കി, സ്കൂളൊക്കെ പൂട്ടിയിരിക്കുകയല്ലേ, എൻ്റെ ഏട്ടനോട് ഞങ്ങളിതുപോലെ ഒരു പെയിൻറ്റിൻ്റെ ഡെപ്പോ ഉണ്ടാകാൻ പറഞ്ഞു കേട്ടോ. ഈ പെയിൻറ്റിൻ്റെ ഡെപ്പോയ്ക്ക് 10-600 ചില്ലറ ഉറുപ്പിക തോന്നുന്നു. പിന്നെ പെയിൻ്റ് അടിക്കാനുള്ള സാമഗ്രികളെല്ലാം കൂടെ കൂട്ടിയിട്ട് 900 സംതിങ് അത്ര എങ്ങാനോ ആയി. കറക്റ്റായിട്ടുള്ള റേറ്റ് ഞാൻ പിന്നീട് ഒരിക്കൽ വേറൊരു വീഡിയോയിൽ പറയണ്ടേ. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്നിട്ട് അങ്ങനെയായിട്ട് അടിക്കാൻ പറ്റൂലല്ലോ, ചുമരാകെ വൃത്തികേടായി കിടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പണിക്കാർ കൂടിയിട്ടാണ് ഈ ഒരു പെയിൻറ്റിങ് ഡ്യൂട്ടി ചെയ്യുന്നത് കേട്ടോ. അതാകുമ്പോൾ കൂലി എടുക്കണ്ടല്ലോ. ഏട്ടൻ ആദ്യം പറഞ്ഞു, എനിക്ക് വയ്ക്കില്ല മക്കളെ, എനിക്ക് പണിയും തിരക്കൊക്കെ ഉണ്ട്, എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം, എനിക്ക് പുറത്തെ പണിയെടുത്ത് വന്നിട്ട് അകത്തെ പണിയും കൂടി ചെയ്യാൻ പറ്റൂല, നമുക്ക് പിന്നെ അടിക്കാമായിരുന്നു. പക്ഷെ ഞങ്ങൾ 3 ആൾ വാശിയായി, ഞങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യണ്ട, ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മതിയായിരുന്നു. അപ്പോൾ പിന്നെ ഏട്ടൻ അങ്ങനെ കൊണ്ടുതന്നിട്ട് ഏട്ടൻ കൂടാൻ തന്നെയാണ് കരുതിയത്. പക്ഷേ ഞങ്ങളുടെ ഉഷാറ് കണ്ടപ്പോൾ ഏട്ടൻ ഇങ്ങനെ വിട്ടു നിന്നു കേട്ടോ, എന്താ ചെയ്യണമെന്നൊന്ന് നോക്കട്ടെ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഞങ്ങൾ ചുമരിലുള്ള ചളിയൊക്കെ എന്താ പറയുക, വിംബാറും അതുപോലെ നമ്മുടെ തിരുമണ സോപ്പില്ലേ, ജെറ്റ്, അതൊക്കെ എടുത്തിട്ട് ഉരച്ച് കുറേ ഏറെ കളഞ്ഞിട്ടുണ്ട്. തുണിയും വെച്ച് തുടച്ചു. അങ്ങനെ ആക്കിയപ്പോൾ തന്നെ കുഴപ്പമില്ലാത്ത വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തലേദിവസം പെയിൻറ്റിനപ്പോൾ കൊണ്ടുവന്ന് അന്ന് ഇതുപോലെ ചുമര് ഒക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഈ പറയുന്ന കേട്ടിട്ട് വീട് മൊത്തം പെയിൻ്റ് അടിക്കാമെന്നൊന്നും കരുതിയാക്കരുത് കേട്ടോ. നമ്മുടെ ആ ഹോളില്ലേ, അത് മാത്രം, ഉമ്മർത്ത ഹോളല്ല, പിന്നെ നമ്മുടെ എന്താ പറയുക, ഉമ്മർത്തിൽ നിന്ന് അങ്ങോട്ട് കയറുമല്ലോ, ആ ഒരു കുഞ്ഞി ഡൈനിങ് ഹോള്. എന്നുവെച്ചാൽ ഈ ഒരു ഭാഗത്തു നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട്.
അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയ മാത്രമാണ് തൽക്കാലം പെയിൻ്റ് അടിക്കണുള്ളൂ. അതിനുള്ള പെയിൻ്റ് അല്ലേ നമ്മളെ കയ്യിലുള്ളൂ. അപ്പോൾ തലേദിവസം നമ്മളിങ്ങനെ വൃത്തിയാക്കിയിട്ടു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത്. കാരണം നമുക്ക് പെയിൻറ് കിട്ടിയത് തന്നെ ഒരു 6:30 5:45 ആ ഒരു വിളക്കൊത്തി കാട്ടുന്ന നേരത്താണ്. പിന്നെ നമുക്കത് കലക്കിയ അത് ആവുമല്ലേ എന്ന് അറിയൂലല്ലോ, നേരം കിട്ടൂല്ലേ എന്നുള്ളത്. അപ്പോൾ അതാ പിറ്റേ ദിവസം നമ്മൾ പെയിൻ്റ് അടിക്കുന്ന ഭാഗങ്ങളാണ് ഇത്. അപ്പോൾ ഏട്ടൻ കാണിച്ചു തന്നു കേട്ടോ, ഇങ്ങനെ ഇതും വെച്ചിട്ട് എങ്ങനെയാണ് പെയിൻ്റ് അടിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഏട്ടൻ കാണിച്ചു തന്നായിരുന്നേ. ഞങ്ങളുടെ കൂട്ടത്തിൽ മെയിൻ പണിക്കാരൻ ആദ്യമാണ് കേട്ടോ, ഞാനും അച്ഛസും വെറും ഹെൽപ്പേഴ്സ്. അപ്പോൾ ബ്രഷും ഉണ്ട്, പിന്നെ ആ പെയിൻറ് റോളറില്ലേ അതുകൊണ്ട് അതുകൊണ്ട് കേട്ടോ എളുപ്പമായത്. ഞാൻ ആ ബ്രഷും വെച്ചിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ മുക്ക് അങ്ങനെയൊക്കെ ഞാൻ അടിച്ചു കൊടുത്തു. അത് മതി എന്ന് പറഞ്ഞു അവൻ. റോളറും വെച്ചിട്ട് അവൻ തന്നെയാണ് ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ ഈ ഒരു വലിയ ചുമരിൻ്റെ തൊട്ട് പുറകെയായിട്ടാണ് നമ്മുടെ ഒരു ബാത്റൂം ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചുമരൊക്കെ നനയൂലേ, ആ സമയത്തും അതുപോലെ മഴക്കാലത്തൊക്കെ കാണാൻ ഇങ്ങനെ ചുമരുമെന്നൊരു ഈർപ്പം നമ്മളുടെ ഒരു ഹോളിലേക്ക് വരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞാനൊന്ന് കട്ടിക്ക് ബ്രഷ് വെച്ച് അടിച്ചെടുത്തു കേട്ടോ. അവനവിടെ പെയിൻ്റ് അടിയുടെ തിരക്കിലാണ്. ഞാൻ നമ്മുടെ അടുക്കളയുടെ ചുമരൊക്കെ ഒന്ന് തേച്ചരച്ച് കഴുകുകയാണ്. ഇത് കഴുകി കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ പറയും എന്തിനാ പെയിൻ്റ് അടിക്കുന്നത്, കഴുകിയപ്പോൾ തന്നെ ഇച്ചിരിയൊക്കെ വൃത്തിയുണ്ട്, ഇങ്ങനെ മതിയായിരുന്നല്ലോ എന്ന്. അപ്പോൾ ഈ പുറത്തേക്കൊന്നും അടിക്കാനുള്ള പെയിൻറ് നമ്മളെ കയ്യിലില്ല, അതുകൊണ്ട് നമ്മൾ ഈ പുറത്തേക്കൊന്നും വരുന്നുമില്ല. തൽക്കാലം അവിടെ അവനത് ചെയ്തപ്പോൾ ഞാനും അച്ചൂസും ഇവിടെ ഒന്നങ്ങ് വൃത്തിയാക്കി ഇട്ടു എന്ന് മാത്രം. ഈ ഒരു പെയിൻറ് കഴിഞ്ഞ വേറൊരു ടിന്നും കൂടെ കൊണ്ടുത്തരാന്നൊക്കെ ഏട്ടൻ പറഞ്ഞ മാതിരി ഒരു ഓർമ്മ, അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. കണ്ടില്ലേ, ആ വൃത്തികേടായിട്ടുണ്ട്. വർഷങ്ങളായിട്ട് മുന്നേ ചെയ്തല്ലേ. ഇത് നോക്കി കഴുകി തുടച്ചപ്പോൾ ഇത്രയും വൃത്തിയുണ്ട്. അപ്പം ഇനി അങ്ങനെ ചളിയായോടൊക്കെ തൽക്കാലം കഴുകി മെനയാക്കാമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ അടിച്ചപ്പോഴത്തേക്കും ഒരു ലൈറ്റ് കളർ പോലെയായിരുന്നു, പിന്നെ ഇത്തിരി നനവ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഇതിൻ്റെ മിക്സിംഗ് ഒന്നും റെഡി ആവാത്തത് കൊണ്ടായിരിക്കുമോ അങ്ങനെ ശരിയായിട്ടില്ലേ, നമ്മൾ വീഡിയോയിൽ ഇത് കാണിക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനത്തേക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ മൊത്തം പെയിൻ്റ് അടി കഴിഞ്ഞപ്പോഴത്തേക്കും എന്ന് വെച്ചാൽ 2 തവണ ആ റോള് വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി എൻ്റെ ആദ്യം അത് കംപ്ലീറ്റ് ആക്കിയത്. ആദ്യക്ക് ഭയങ്കര ഹരം കൂടിയിരിക്കുകയാണ് പെയിൻ്റ് അടിച്ച ആ ഒരു ഹോളിൻ്റെ ചന്തം കണ്ടപ്പോഴേ. പിന്നെ വരുന്നവരെല്ലാവരും അഭിനന്ദിക്കുക, ആദ്യമാണോ ഇത് അടിച്ചേ, അവൻ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ അവൻ മിടുക്കനാ. അതൊക്കെ ഇങ്ങോട്ട് കേട്ടപ്പോഴത്തേക്ക് എൻ്റെ കുട്ടി ഭയങ്കര ഉയരങ്ങളിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അമ്മ അച്ഛടുത്ത് പറ 1-2 ബക്കറ്റും കൂടെ പെയിൻറ്റ് കൊണ്ടുവരാനായിട്ട്, ഞാൻ ഈ വീട് മൊത്തം അങ്ങ് അടിച്ചു തരാം. പിന്നെ ആ ദിവസം അമ്മയും എൻ്റെ ഹെൽപ്പേഴ്സായി അങ്ങനെ ചുറ്റിപ്പറ്റി നടന്നാൽ മാത്രം മതി, എന്നാലേ എനിക്ക് പണിയൊക്കെ എടുക്കാനൊരു ഉഷാറുണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ നോക്കാം, ആലോചിക്കാം, പരിഗണിക്കാം എന്നൊക്കെ എൻ്റെ കെട്ടിയാൻ പറഞ്ഞിട്ടുണ്ട്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അത്ര തന്നെ. തൽക്കാലം ഈ ഒരു ഹോള് പെയിൻ്റ് അടിച്ചാലും നമുക്കിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. പറ്റ മുഷിങ്ങിരിക്കുകയല്ലേ 4 പുറം, ആ കണക്കൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു ഹോള് മാത്രം തൽക്കാലം ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചത് കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഒരു ലൈവൊക്കെ പോയായിരുന്നു, ആരെങ്കിലും കണ്ടായിരുന്നോ? കണ്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ മുന്നേ 1-2 ലൈവൊക്കെ ചെയ്തു എന്നല്ലാണ്ട് അത് മൊത്തം ചീറ്റിപ്പോയാണ്. കുറച്ച് നേരം വന്ന് ഓടിപ്പോയല്ലോ, കാരണം അന്നൊന്നും നമ്മുടെ അടുത്ത് വൈഫൈ ഉണ്ടായിരുന്നില്ല, പിന്നെ നമ്മുടെ ഫോണ് ഒട്ടും ക്ലിയറും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫോണൊക്കെ ഒന്ന് ഒപ്പിച്ചല്ലേ, പിന്നെ നമ്മുടെ വീട്ടിൽ വൈഫൈ ഒക്കെ വെച്ചു. അപ്പോൾ ഇങ്ങനെ വൃത്തിയില്ലേ നമ്മുടെ ഈ ചുമരിൻ്റെ അവിടെ ഇരുന്ന് ലൈവൊക്കെ ഇങ്ങനെ ചെയ്തേ. അപ്പം നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഏറ്റവും അവസാനം ഈ ഒരു രീതിക്കാണ് നമ്മളുടെ ആ ഒരു ഹോളായിട്ടുള്ളത് കേട്ടോ. ഏകദേശം ഒരു പിങ്ക് കളറില്ലേ, ആ കളറാണ് നമ്മുടെ പെയിൻറ്റ്. പിന്നെ ഇതുണ്ടല്ലോ, ഈ ഒരു റിംഗ് ലൈറ്റ് വന്നിട്ട് പെരിന്തൽമണ്ണയിലുള്ള സിഗ്നൽ കെയർ എന്ന് പറഞ്ഞിട്ടുള്ള മൊബൈൽ ഷോപ്പിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് കേട്ടോ. മുന്നേ നമ്മൾ ഫോൺ മേടിച്ചില്ലേ, ആ ഒരു ഷോപ്പിൽ നിന്ന്. വലിയ റിംഗ് ലൈറ്റാണ്, 22 ഇഞ്ച്. മാത്രമല്ല ഇതിന് റിമോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ റിമോട്ട് കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ ലൈറ്റ്സ് കമ്മിയാക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാം, നിറമൊക്കെ മാറ്റുകയൊക്കെ ചെയ്യാം. നല്ല റിംഗ് ലൈറ്റാണ്. ഇതിന് വന്നിട്ട് 3000 രൂപയാണ് ആയത്. ഞാനിങ്ങനെ ഈ മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ തിരഞ്ഞായിരുന്നു. അന്നേരം ഒന്നും എനിക്ക് ഇത്രയും വലിയൊരു റിംഗ് ലൈറ്റ് കാണാൻ പറ്റിയില്ല. പിന്നെ ഷോപ്പുകളിലൊക്കെ പോയപ്പോഴത്തേക്കും ഇതിൻ്റെ ഇരട്ടി വിലയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു റിംഗ് ലൈറ്റ് ഈ ഒരു റേറ്റിൽ എനിക്ക് തിരഞ്ഞപ്പോൾ കിട്ടിയത് നമ്മുടെ പെരിന്തൽമണ്ണ സിഗ്നൽ കെയർ എന്നാണ്. ഇത് പരസ്യമല്ല, ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഇതുപോലെ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വേണേൽ ഉപകാരം ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഞങ്ങളേനെ.